വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഓവൻ ബീറ്റർ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്കൊരു 100 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ്. അൺസോൾട്ടഡ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കണം. കട്ടകളൊന്നുമില്ലാതെ ഒരു സ്പാച്ചിലയോ തടിത്തവയോ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പൾസ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാര അലിക്കുന്നത് വരെ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മിക്സി ചൂടാവുകയാണെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചിരുന്ന ബട്ടർ കൊക്കോ പൗഡർ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ നമുക്കൊരു 2 പ്രാവശ്യം അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മൈദ മിക്സ് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കൊക്കോ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ബാച്ചായിട്ട് ഇട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏതെങ്കിലും ചോക്ലേറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കൊടുക്കാം. 1/2 കപ്പ് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റാണിത്. ബ്രൗണിയുടെ ബാറ്ററിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ബേക്ക് ചെയ്യാനായിട്ട് 8x9 ഇഞ്ച് പാത്രമാണ് എടുത്തിരിക്കുന്നത്. സ്ക്വയറിലുള്ള പാത്രമാണ്. ഇതുപോലെ ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എണ്ണ പുരട്ടി ഗ്രീസ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാറ്ററിന് മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു റിങ്ങാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കണം. ഇപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. ഒരു 60 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. പാത്രത്തിൻ്റെയും ഹീറ്റിൻ്റെ അനുസരിച്ച് നമ്മുടെ സമയം വ്യത്യാസപ്പെട്ടിരിക്കാം. നമുക്ക് ചോക്ലേറ്റ് വെച്ച് ഗാർണിഷ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.